Novel name Randamoolam. Author M.T. Vasudevan Nair. Language Malayalam. This is a 1984 novel which won Vailar Award. I am here sharing those parts from this novel which touched me either with the nature of topic or with the way of description. And I am writing Malayalam novel in English. Hope you can read without much difficulty. യുധിഷ്ഠിരൻ ഇടറാൻ തുടങ്ങുന്ന മനസ്സിനെ ശാന്തമാവാൻ ശാസിച്ചു. ഓർമ്മിക്കുക, ആരംഭത്തിനെല്ലാം അവസാനമുണ്ട്. പേജ് 12. തിരിഞ്ഞു നോക്കരുത് എന്നാണ് മഹാപ്രസ്ഥാനത്തിന് ഇറങ്ങുമ്പോൾ ഉറപ്പിച്ചത്. വഴിക്ക് മാത്രമല്ല, പിന്നിട്ട ജീവിതപഥങ്ങളിൽ എവിടേക്കും തിരിഞ്ഞു നോക്കരുത്. കടലലകളുടെ അവ്യക്തഘോഷം കേട്ട് അകന്നു മാറി നിൽക്കുന്ന അർജുനൻ വീണ്ടും സ്വയം ശാസിച്ചു, തിരിഞ്ഞു നോക്കരുത്. പേജ് 12. ഒരിക്കൽ എന്റെ മകനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട ശിഷ്യനെന്ന് ജനാവലിയുടെ മുൻപാകെ വെച്ച് പറഞ്ഞ് തന്നെ ചൂണ്ടിക്കാട്ടി അഭിമാനത്തോടെ നിന്ന ഗുരുവിൽ എല്ലാ സ്നേഹവും കാണാൻ ശ്രമിച്ചു. കൗമാരത്തിലെ സ്നേഹസങ്കല്പം. അർജുനൻ എന്ന ബാലനിൽ ആത്മവീര്യം വളർത്തേണ്ടത് അന്ന് ദ്രോണാചാര്യന്റെ ആവശ്യമായിരുന്നു. പിന്നീട് ആവശ്യപ്പെട്ട ഗുരുദക്ഷിണയുടെ ഭാരം അത്രയും വലുതായിരുന്നല്ലോ. മേയാൻ വിടുന്ന ഈ ആകാശത്തിനോട് തോന്നുന്ന വികാരവും സ്നേഹമാണ്. പേജ് 13. മനസ്സിന്റെ അഭ്യാസങ്ങൾ എന്നും തനിക്കൊരു വിനോദമായിരുന്നു. ആരെയും ഇനി അമ്പരപ്പിച്ച് രസിപ്പിക്കേണ്ടതില്ല, സഹദേവൻ ഓർമ്മിച്ചു. പേജ് 15. ഓർമ്മകളും പ്രതീക്ഷകളും മായ്ച്ചു കളഞ്ഞാൽ മനസ്സ് അചഞ്ചലമാകുന്നു, സ്ഫടിക ശുദ്ധമാകുന്നു. പേജ് 15. ഭീമൻ അമ്പരന്നു. യുധിഷ്ഠിരൻ ശ്രേഷ്ഠ പത്നിയെപ്പറ്റിയാണോ ഈ പറയുന്നത്? കാറ്റിൽ ഒഴുകിയെത്തിയ യുധിഷ്ഠിരന്റെ വാക്കുകൾ വ്യക്തമായി കേട്ടു. അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. രാജസൂയത്തിൽ എന്റെ അരികെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു. യാത്ര തുടരൂ, വീഴുന്നവർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യാത്ര തുടരൂ. പേജ് 16. പിന്നിൽ വീണ ദ്രൗപദിയെ വിട്ട് സഹദേവൻ തനിച്ചു വരില്ല. ദ്രൗപദി 5-ാം ഊഴം നൽകിയ ഭാര്യ മാത്രമായിരുന്നില്ല സഹദേവന്, അമ്മയുടെ വാത്സല്യം കൂടി കോരിച്ചൊഴിഞ്ഞവളാണ്. പേജ് 24. ജ്യേഷ്ഠൻ മന്ദഹസിച്ചു നിന്നു. ആവശ്യത്തിന് മാത്രം വേണ്ട വിനയം കാണിക്കുവാൻ ജ്യേഷ്ഠൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. പേജ് 29. ഞാൻ അർദ്ധരാത്രിയിൽ വീണ്ടും കണ്ണടച്ച് മനസ്സിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചു. കൊടുങ്കാറ്റുകളെ ചങ്ങലക്കിട്ട് നടക്കുന്ന ദേവ, ഇവിടെ ഞാനുണ്ട്, അവിടുത്തെ മകനായ 5 വയസ്സുള്ള ഒരു ഉണ്ണി. പേജ് 33. തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ പിന്നിൽ ഓടിയെടുക്കുന്ന കാലടി ശബ്ദം കേട്ടു. ഭയം കൊണ്ട് കാലടികളിൽ വിറ കയറി. ഓടിയാലോ? പിന്നെ അത് കുട്ടികൾക്കിടയിൽ ഒരു വലിയ കഥയായി മാറും. ഭീമൻ മണ്ടൻ മാത്രമല്ല, പേടിത്തൊണ്ടനുമാണ്. ദുര്യോധനൻ പലരെയും അനുസരണം പഠിപ്പിച്ച കഥകൾ കുട്ടികൾക്കിടയിൽ പ്രസിദ്ധമാണ്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. പേജ് 34. ഇവിടെ കാട്ടിലെ നിയമങ്ങളാണ് എനിക്ക് ഉപകരിക്കുക. പേജ് 35. അന്ന് നദീതീരത്ത് സന്ധ്യാവന്ദനം കഴിഞ്ഞ് ഞാൻ തനിയെ നിന്നു. എനിക്ക് ജന്മം തന്ന വായുദേവനെ ധ്യാനിച്ചു. മഹാബലവാനാവാൻ എന്നെ അനുഗ്രഹിക്കുക. എല്ലാ ശസ്ത്രാസ്ത്രങ്ങളിൽ അവിടുത്തെ പുത്രൻ ഭീമസേനൻ മുമ്പിലാവട്ടെ. പേജ് 40. ഞങ്ങൾ നടന്നു. നന്ദി പറയാൻ ഞാൻ മനസ്സിൽ നിശ്ചയിച്ചിരുന്നു. എന്റെ കൈക്ക് അപകടമെത്തിയ മുഹൂർത്തത്തിൽ ആരോ കരുത്ത് കൂട്ടിയെന്നത് തീർച്ചയാണ്. പേജ് 40. എന്റെ കരുത്തിനെപ്പറ്റി എനിക്ക് തികച്ചും ബോധ്യം വന്നിരുന്നു. ജ്യേഷ്ഠന് ഞാൻ ഇപ്പോഴും മന്ദനായിരിക്കാം, കൗരവർക്ക് വെറും മൃഗോദരനായിരിക്കാം. പക്ഷേ ഭീമൻ മഹാബലവാനായി തന്നെ വളരുന്നു. ഞാൻ ആഹ്ലാദത്തോടെ മനസ്സിൽ പറഞ്ഞു. പേജ് 46. അയാൾ കുടം ചുണ്ടിൽ വെച്ച് ഒരു കവിൾ കുടിച്ചു പറഞ്ഞു. ആദ്യം വീഴുന്ന മൃഗം
ആദ്യം കൊല്ലുന്ന ശത്രു, ആദ്യം അനുഭവിക്കുന്ന പെണ്ണ്, ഇതൊക്കെയാണ് എന്ന് ഓർമ്മിക്കാനുള്ളതാണ്. പേജ് 51. ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്നും കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരു അവസരം കൊടുക്കരുത്. പേജ് 59. കൈവേഗം കാട്ടേണ്ട മുഹൂർത്തം. ഒന്നിനു പുറകെ ഒന്നായി 7 അമ്പുകൾ പറന്നു. ലക്ഷ്യം കണ്ണിലല്ല കാണേണ്ടത്, മനസ്സിലാണെന്ന നാഗന്റെ വാക്കുകൾ ഓർമ്മിച്ചു. പേജ് 60ഉം 61. കാണികളുടെ മുമ്പാകെ തന്റെ പ്രതാപം ക്ഷയിക്കുന്നു എന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ ആവണം അവൻ പുതിയ ശൗര്യത്തോടെ ഇരച്ചു കയറി. പ്രമാണകോടിയെപ്പറ്റി ഓർത്താൽ മതി. തളരാതെ ഞാൻ അസ്തമനം വരെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പേജ് 63. കൃപാചാര്യനോട് ഞാൻ അർജുനന്റെ ഇടം ചുമലിലൂടെ തല നീട്ടി ചോദിച്ചു, കുന്തിയുടെ ഏതെങ്കിലും ഒരു പുത്രനെ മതിയോ എന്ന് ചോദിക്കേ, എനിക്ക് വേറെ ഒരു കടം വീട്ടാനുണ്ട്. പേജ് 81. അമ്മ പറഞ്ഞു, യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കൂ. പേജ് 84. വീണ്ടും വരാമെന്ന് പറഞ്ഞ് അവൾ പോയപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു എന്നോട്, സൂക്ഷിക്കണം, ചിലപ്പോൾ മായാവിദ്യകൾ കൂടി അറിയാവുന്നവരാവും. രാത്രി പ്രത്യേകിച്ച് അടുത്തു വരാതെ നോക്കണം. എന്നോട് മാത്രം എന്തിനീ ഉപദേശം? അവൾ ഞങ്ങളുടെ മുന്നിൽ നിന്നപ്പോൾ എല്ലാവർക്കും തോന്നിയ കൗതുകത്തിലേറെ എന്തെങ്കിലും കണ്ടോ എന്റെ മുഖത്ത്? പേജ് 87. ആരാരെ ആദ്യം വീഴ്ത്തുന്നു എന്നതായിരുന്നു കാര്യം. വധത്തിന്റെ ന്യായവും അന്യായവും ക്ഷത്രിയർ അന്വേഷിക്കേണ്ടതില്ല. യുദ്ധത്തിൽ കൊല്ലുന്നതാണ് ധർമ്മം, മരിച്ചാലും പുണ്യം. പേജ് 95. ശിക്ഷയെടുത്ത് ഊരു തണ്ടുമ്പോൾ ആലോചിക്കാൻ കണ്ട കാര്യം തന്നെ, വിവാഹാലോചന. ഞാനത് ഇടയ്ക്കിടെ സൂചിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, വിവാഹം കൊണ്ട് വേണം നിനക്കിനി ബലം നേടാൻ. മിത്രബലമില്ലാത്തപ്പോൾ ബന്ധുബലം. പേജ് 98. എന്തോ പതിവുള്ളതുപോലെ വിയർപ്പിൽ മനുഷ്യഗന്ധം മാത്രമുള്ള കറുത്തുസുന്ദരിയെപ്പറ്റി അന്ന് ഞാൻ സ്വപ്നം കണ്ടില്ല. പേജ് 112. രണ്ടാം മുഴക്കിൽ ദ്രൗപദിയെ നിനക്കും പ്രാപിക്കണമെന്ന് തോന്നിയില്ലേ? എന്നെ എന്നിട്ട് സത്യം പറയൂ. പേജ് 119. സൂതർക്കോ മാഗധർക്കോ പാടാൻ പറ്റിയ കഥയല്ല അവരോടുള്ള യുദ്ധം. ഒരു സുന്ദരിയെ രസിപ്പിക്കാൻ പറയേണ്ടതുമല്ല. പേജ് 120. കാഴ്ചയ്ക്ക് ഹിഡുംബിയേക്കാൾ വളരെ ചെറിയ ശരീരഘടനയുള്ള ഈ യുവതിയുടെ മുമ്പിൽ ഞാൻ പതറിപ്പോകുന്നുണ്ട്. സ്വയം ശാസിച്ചു. കൽപ്പന കാത്തു നിൽക്കുന്ന സേവകനല്ല, യജമാനനാണ് ഭർത്താവ്. പേജ് 123. ആമ്പലിലയുടെ ആകൃതിയിലുള്ള ജലാശയത്തിന് സമീപം ഞാൻ നിന്നു. എവിടെയോ നിന്ന് നനഞ്ഞ ഇളം പുല്ലുകൾ ചവിട്ടിയെത്തുന്ന കാലച്ചകൾ അടുത്തു വരാൻ വേണ്ടി വൃഥ കാതോർത്തു. പേജ് 126. വിറയ്ക്കുന്ന ശബ്ദമുള്ള ഒരു സ്തുതിപാഠകൻ എന്നെ പരിചയപ്പെടുത്താൻ ആരംഭിച്ചപ്പോൾ വധു എന്റെ മുമ്പിലേക്ക് അടുക്കുകയാണ്. ഞാൻ ആചാരമനുസരിച്ച് എഴുന്നേറ്റു. ധർമ്മപുത്രനായ യുധിഷ്ഠിരന്റെ അനുജൻ, യാദവ സൈന്യത്തെ മുഴുവൻ ഏകനായി വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കൃഷ്ണ സഹോദരി സുഭദ്രയെ കൊണ്ടുപോന്ന ഇന്ദ്രസമൻ അർജുനന്റെ ജ്യേഷ്ഠൻ, കുരുവംശത്തിന് അലങ്കാരമായ പാണ്ഡുപുത്രൻ, ഒറ്റത്തേരിൽ ദിഗ്വിജയത്തിനിറങ്ങിയ മഹാബലൻ. പേജ് 136. തളർന്നു എന്ന് ഞാൻ ഉറപ്പിച്ച നിമിഷങ്ങളിലൊക്കെ ആരോ എനിക്ക് കരുത്തു തന്നു. പേജ് 168. ഞാൻ ഹിഡിംബി വനത്തിലെ നിഷാദ ഗോത്രത്തിലെ ഘടോൽക്കച്ചൻ, ഹിഡിംബി പുത്രൻ. പേജ് 170. ഓർക്കാപ്പുറത്തൊരാക്രമണം ഏൽക്കരുതെന്ന് കരുതി സന്നദ്ധനായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. വേണ്ടി വന്നാൽ ഒരാളുടെ ആയുധം എന്റെ കയ്യിലാകും. രണ്ടാമന്റെ ആയുധം ഉയരും മുമ്പ് നാഭിയിൽ എന്റെ വലതുകാൽ.
യോദ്ധാവ് എപ്പോഴും സന്നദ്ധനായിരിക്കണമെന്നാണ് നിയമം. പേജ് 188. അപ്പോഴേക്കും മറ്റൊരു വഴിക്ക് അർജുനൻ വന്നു. അയാൾ പലപ്പോഴും പറയുന്നത് പോലെ ശബ്ദം കേട്ടില്ലെങ്കിലും ആപത്ത് മണത്തറിയും. പേജ് 201. രാത്രിയിൽ അടുക്കളക്കെട്ടിൽ കിടക്കുമ്പോൾ എന്റെ അടുത്ത ദ്രൗപദി വന്നു. കാലത്ത് ഞാൻ കേട്ടില്ല. പരിചിതമായ ഗന്ധം എന്നെ ഉണർത്തി. ദ്രൗപദി തന്നെ. അവൾ എന്റെ തൊട്ടടുത്തിരുന്നു. കണ്ടില്ലേ, എല്ലാവരും നിന്ന് കണ്ടില്ലേ? അവൾ ചുമലിൽ തല ചായ്ച്ചപ്പോൾ കണ്ണീരിന്റെ ചൂടുള്ള ഒരു ഉറവ് എന്റെ നെഞ്ചിലൂടെ ഒഴുകി. പേജ് 213. ജ്യേഷ്ഠൻ പറയാറുള്ളതുപോലെ എന്റെ ബുദ്ധിക്ക് അല്പം മന്ദഗതിയുണ്ട്. എനിക്ക് സഞ്ജയൻ പറഞ്ഞ സന്ദേശം മുഴുവൻ മനസ്സിലായില്ല. പേജ് 252. കൃഷ്ണൻ പിന്നെയും പറഞ്ഞു, ഭീമപുത്രനാണെങ്കിലും കാട്ടാളനാണ്, രാക്ഷസ പ്രകൃതി, യജ്ഞവിദ്വേഷി, ബ്രാഹ്മണ ശത്രു. അവനെ എന്നെങ്കിലും കൊല്ലേണ്ടി വരും. ചത്തത് 2 മിനിറ്റും സൗകര്യമായി. പിന്നെ കൃഷ്ണന്റെ ചിരി കേട്ടു. നീ മാത്രമാണ് ആശ്രയം എന്ന് പറഞ്ഞവനെ കർണന്റെ നേർക്ക് വിട്ടത് ഞാൻ ഒന്നും കാണാതെയല്ല. പി വാസുദേവൻ നായരുടെ 2ാം മൂഴം എന്ന നോവലില് എനിക്കിഷ്ടപ്പെട്ട ധാരാളം ഭാഗങ്ങളുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത കുറച്ച് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. Anyway, thanks for watching me. Have a nice day.